ഇതുപോലെ മുട്ട പൊളിച്ച് ഞാൻ എടുത്തു കോഴീനെ, എന്നിട്ട് അത് ഹെൽമെറ്റിന്റെ ഉള്ളിൽ വെച്ചിട്ട് ലൈറ്റ് ഒക്കെ അടിച്ചിട്ട് ബാക്കി വിരിഞ്ഞ് ഇറങ്ങിപ്പോയി. ഒരു മുട്ട മാത്രം കുഞ്ഞുണ്ടായിരുന്നു. അങ്ങനെ വളർത്തിയാലും ഞങ്ങൾ വിളിച്ചവരും പറന്ന് കൈ വന്നിരിക്കും. പിന്നെ ഒക്കെ സെറ്റായി നല്ല ഒരുവിധം പ്രായമായി കഴിഞ്ഞപ്പോഴത്തേക്ക് നേരെ വീട്ടിലൊരു ഡോഗ് ചാടി പിടിച്ചതിന്. ഓക്കെ, അപ്പൊ എന്തായാലും ഇത് കണ്ടല്ല, ഇവരെ രണ്ടുപേരും നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്, കുഞ്ഞുങ്ങളെ രണ്ടുപേരും ഇവരെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ അതുപോലെ ഇനി ബാക്കിയുള്ള കുറച്ച് പേരും വേണ്ടി ഇവരുടെയൊക്കെ റേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ നേരിട്ട് വിളിച്ചു ചോദിച്ചാൽ മതി. ഞങ്ങൾ ചോദിച്ചിട്ട് ഒരു പറയാനുള്ള നാളെ ഒന്ന് തോന്നുന്നത് അത് ഇപ്പൊ അതിന്റെ രീതി ആ സമയത്തുള്ള ഇതുപോലെ അങ്ങനെ ലൈവായിട്ട് അവർ പറഞ്ഞോളൂ കേട്ടോ. അപ്പൊ എന്തായാലും ആർക്ക് വേണമെങ്കിലും ഞാൻ പറഞ്ഞല്ല, ബോസം ഫാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാവക്കാടിനും ഗുരുവായൂർക്കും ഇടയ്ക്കല്ലേ, ചാവക്കാട് പൊന്നാനിയുടെ ഇടയിലായിട്ടോ. അപ്പൊ എന്തായാലും ഇവര് മുട്ടയ്ക്ക് പ്രത്യേകത കേട്ടോ, ചില സമയത്ത് കറുത്ത മുട്ട ഇടും, ലൈറ്റ് ഗ്രീൻ ബ്ലൂ ഇവരുടെ ഷെയ്ഡിനനുസരിച്ചുള്ള മുട്ട. ഇത്ര ഗ്രീൻ അല്ല, ലൈറ്റ് ഗ്രീൻ, മാസ്കിന്റെ കളർ വരുന്നുണ്ടല്ലോ ബ്ലൂയിഷ്, ആ ടൈപ്പ്. അങ്ങനെ ഒരു 6 ടൈപ്പിൽ നിറത്തിൽ മുട്ട ഇടും പല ടൈമില് നിറങ്ങളില്. ഷെല്ല് വൈറ്റിന് ആയിരിക്കും, അതിപ്പോ കളർ ചേഞ്ച് വരും. തോടിന് തന്നെ പെയിന്റ് അടിച്ച പോലെ ആയിരിക്കും. ബ്ലാക്ക് ആണെന്നുണ്ടെങ്കിൽ നോക്കട്ടെ, ഇപ്പൊ ഞാൻ അവിടെ കണ്ടു മോശം മുട്ടയെന്ന് ഓർത്തിരുന്നത് ലൈറ്റ് ഷെയ്ഡ് കൂട്ടിലുണ്ട്. അപ്പൊ ഇത് ഞാൻ അവിടെ മോശം മുട്ടയെന്ന് ഓർത്തത്. പക്ഷെ ഇയാള് 6 ഷെയ്ഡിൽ മുട്ടയിടുന്നു. നല്ല ആർട്ടിസ്റ്റാണ്, നല്ല കലാകാരന്മാരാണ് ഇവര്. അപ്പൊ എന്തായാലും നമുക്ക് ഇനി അടുത്ത ആൾക്കാരുടെ അടുത്തേക്ക് ഇവരങ്ങ് കുളിക്കാൻ വിടാം. നമുക്ക് അയ്യോ സോറി ഞാനല്ല. നമുക്ക് അടുത്ത പോകാം. നമുക്ക് കോളനിയിലേക്ക് കയറാം. വേണം. അപ്പൊ ഇനി നമുക്ക് ഇവിടെ താറാവിന്റെ കോളനി എന്ന് പറയാൻ പാടില്ലെന്ന്. നമ്മളൊക്കെ കോളനി തിരിച്ചല്ലേ വളർന്നല്ലേ, പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. വലിയ മറ്റേ ഇതിന്റെ അത് അവരുടെ എന്താ പറയുക ഷിപ്പ് യാർഡിന്റെ കോളനിയാണ് ഇങ്ങനെയൊക്കെ പറയൂലേ, അതിന് കുഴപ്പമൊന്നുമില്ല. ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് വായിൽ വരുന്ന വാക്കുകളില്ല, അല്ലാണ്ട് ആരും മോശമാക്കാനില്ല. അപ്പൊ എന്തായാലും താറാവിന്റെ ഒരു പ്രത്യേക സ്ഥലത്തേക്ക് പോകും. ആ വാക്ക് പറഞ്ഞുള്ള പ്രശ്നം വേണ്ട. അല്ല, നമ്മളൊന്നും വിചാരിച്ചിട്ടായിരിക്കില്ല പറയണതേ, പക്ഷെ പറഞ്ഞു വരുമ്പോ പറയും കോളനിക്ക് എന്താ പ്രശ്നം എന്ന് ചോദിക്കും. ഇതിന്റെ കുഞ്ഞുങ്ങൾക്ക് നല്ല ഡിമാൻഡാണ്. നമ്മുടെ ഫാമിന്റെ നിലനിൽപ്പിന്റെ ശിവരാണ്. ഇക്കാന്ന് എന്തെന്ന് വിളിക്കണമെന്നുള്ളതാണ്. ശിവൻ ഞങ്ങളിലേക്ക് തന്നെ ഫുഡ് ഇട്ട് എല്ലാരും വരുമോ? ഫുഡ് ഇട്ട് എല്ലാവരും വരും. അപ്പൊ അത് പറഞ്ഞിട്ട് എടുക്കാം നമുക്ക്. അടുത്തിട്ട് അപ്പൊ ഇത് മസ്കോവി മണിത്താറാവ് എന്ന് പറയും. മണിത്താറാവ് എന്ന് പറയും, ഫ്ലൈങ് ഡക്ക് എന്ന് പറയും, നമ്മുടെ പല പേരും പറയും. പെല്ലറ്റ് നമ്മളവിടെ ഞങ്ങൾ പ്രാവിന് ഇത് കൊടുക്കാറുണ്ട്. പെല്ലറ്റോ? പിന്നെ നല്ല പുഷ്ടിയാവുന്നുണ്ട്. അപ്പൊ ഇതിന്റെ പേര് മസ്കോവി. ഇതെങ്ങനെ പേരിന് ഇതിപ്പോ നമ്മൾ കൊടുത്തോണ്ടിരിക്കണമെന്ന് അറിയാലോ. ഇവരിപ്പോ 1200 രൂപയാണ് അഡൽട്ട് പേർ. കുഞ്ഞിന് 1.5 ആഴ്ച അങ്ങനെ പ്രായമാകുമ്പോൾ 130 രൂപ.
മെയില് ഫീമെയിൽ ഒന്നും അറിയില്ല, ചെറിയൊരു കുഞ്ഞിന്. അതുപോലെ ഈ ആഴ്ചയിൽ നല്ല രീതിയിൽ കുഞ്ഞുങ്ങൾ ഇറക്കി ഇവര് തന്നെയാണ് അടയിരിക്കണതൊക്കെ. അതുകൊണ്ട് ആ ടെൻഷൻ. ഇതിപ്പോ എല്ലാവർക്കും സുലഭമായിട്ടുള്ള ഒരു വീടാണ്. അപ്പൊ എന്തായാലും കേട്ടല്ല, ഇതിപ്പോ ഒരു കുഞ്ഞിന് കൊടുക്കണം 130 അല്ലേ? 130 രൂപ കുഞ്ഞിന് കൊടുക്കണം. അഡൽട്ട് ആയിട്ടുള്ളതാണെങ്കിൽ 1200 പെയറിന്. കുഴപ്പമില്ല. നമ്മള് പിന്നെ 2 കിലോ 2 കോഴി ചിക്കൻ 2 മേടിക്കണ കാശിന്റെ നമുക്ക് വീട്ടിൽ ഭംഗിയായിട്ട് ആൾക്കാരെ വളർത്താം. അപ്പൊ എന്തായാലും നമുക്ക് ഇച്ചിരി ഇവരെ തീറ്റ കൊടുക്കാം കേട്ടോ. ജീവൻ ഇതിപ്പോ ഇവിടുത്തെ പെല്ലറ്റ് ഇവരുടെ പെല്ലറ്റാണ്. കുഞ്ഞെടുത്തോ ഇത്? ഓടി വരുമെങ്കിൽ നമ്മളറിയാത്തതിന്റെ ഒരു പുറകെ വന്ന് എന്നെ കൊത്തരുതട്ടാ. വാ വാ വാ. എന്റെ കയ്യിൽ നിന്ന് ആർക്കെങ്കിലും തിന്നാൻ താല്പര്യമുണ്ടോ? അതെ, അവര് പറയണ്ടാവും ഇത് താഴത്തൂടെ കിടക്കണ്ട്, പിന്നീട് ഞാൻ കഴിച്ചു. ഇതിന്റെ മെയിലും ഫീമെയിലും എങ്ങനെ അറിയാൻ പറ്റും? ഇത് ഇതും ഇവര് വർഷത്തില് 70 മുട്ടാന്നാണ് ഗൂഗിളിൽ പറഞ്ഞത്. പക്ഷെ അതിൽ കൂടുതൽ നമുക്ക് ആണല്ലേ? അയ്യപ്പാ, എല്ലാരും ഓടിച്ചപ്പോ സമാധാനായില്ലേ? അതെ. നീയേ നോക്കി ആ പലറ്റ് എടുത്തിട്ട് പോവാ. ആ ചാക്കിൽ സമയമൊന്നും വേണ്ട. അവരെ മാത്രം എടുത്തു, ഇവരെ മാത്രം. കണ്ട ആൾക്കാരില്ലേ, കുമ്പിട്ടോ ലൈറ്റ് ഇട്ടറി, ഇവിടെ കണ്ട ആൾക്കാരുടെ ബ്രീഡിങ് ഫാമാണ് കേട്ടോ ഇത്. അവർ തന്നെയാണ് അടയിരിക്കണതും വിരിയിക്കണൊക്കെ. അത് ഇൻക്യുബേറ്ററിൽ വെക്കണല്ലോ, ബാക്കിയുള്ള മുട്ടകൾ വെക്കണമല്ലോ. ഇവിടെ അടയിരിക്കുന്നത്. പൊതുവെ എല്ലായിടത്തും ഇങ്ങനെ തന്നെയാണല്ലേ? പ്രൊഫഷണലായിട്ട് ചെയ്തിരിക്കുന്നത്. മുട്ടയിട്ട് വെച്ചിരിക്കുന്നത്, അത് മുട്ടയിട്ട് വെച്ചിരിക്കുന്നത്. അടുത്തത് ഇങ്ങനെ ഒരു 10-12 മുട്ട കഴിഞ്ഞാല് മുട്ടയിട്ട് കൊടുക്കാറില്ല അല്ലേ? മുട്ടയിട്ട് കൊടുക്കാറില്ല. സമയത്ത് ഭയങ്കര അഗ്രസീവാ. അവിടെ അതില് അടയിരിക്കുന്നത്. ഇതിന്റെ ഉള്ളിലുണ്ട് കേട്ടോ ഓരോരുത്തര്. തല നീണ്ടു വരുമ്പോ പേടിക്കരുത്. കുഞ്ഞുണ്ടോ? ഇല്ലല്ല, അത് ഈ അടിക്കുന്ന സമയത്ത് സൗണ്ടാ. അതെ അല്ലേ? അങ്ങറ്റം വരെ എടുത്തോട്ടാ. അപ്പൊ ഇവർക്ക് അറിയാൻ പറ്റൂലേ ഇവരുടെ മുട്ട ഇട്ടിരിക്കുന്ന സ്ഥലമാണെന്നൊക്കെ അറിയാൻ പറ്റൂലേ? അതിൽ തന്നെ ഓടിക്കും. പ്രശ്നം ഒരു പാത്രത്തിൽ 2 പേര് അടിച്ചു കഴിഞ്ഞാല് അതിൽ മുട്ടിട്ട് കഴിഞ്ഞാല് 2 പേര് ഒന്നിച്ചടിക്കും. 2 പേര് ഒരുമിച്ചിരിക്കണം അല്ലേ? ഒരേ ടൈമിൽ 15 പേര് അടിയിരിക്കും. ഫുഡിന് സമയമാകുമ്പോ ഒരു പുറത്തിറങ്ങിയിട്ട് ഫുഡ് കഴിക്കും. നമ്മൾ ഇപ്പൊ എല്ലാവരും ഓൾമോസ്റ്റ് എല്ലാവരും കണ്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ ഇവരുടെ ബ്രീഡിങ്ങും ഇൻക്യുബേറ്ററും ഒക്കെ ഇവിടെ അകത്തുണ്ട്. നമുക്ക് അതും കൂടി കാണാം, എങ്ങനെയാണ് എന്താണ്. ഇതൊരു ഡാർക്ക് റൂമാട്ടാ. കാരണം അങ്ങനെയാണ് അത് സെറ്റ് ചെയ്ത്. മോൻ കാണിച്ച മോൻ കണ്ടില്ലെങ്കിൽ മൊത്തം ഡാർക്ക് ആയിരിക്കുള്ളൂ.
ക്രിസ്റ്റലിന്റെ കയ്യൂക അയ്യോ ഒരാള് കിടക്കണ വയ്യായികണ്ട. ഈ പ്രായത്തിലൊക്കെ ഈ സ്റ്റാർട്ടർ കൊടുക്കും അല്ലേ? അതെല്ലേ, ഈ പ്രായത്തിൽ നമ്മൾ കൊടുക്കൂല അല്ലേ? ഈ പ്രായത്തിൽ കൊടുക്കൂല. ഒരു മാസം പ്രായം കഴിഞ്ഞ് പൈസ. ഓ അതെ. മറ്റേ പോമറേനിയൻസിന്റെ അടുത്ത ബാച്ച് എടുത്തിട്ടോ. എനിക്കൊന്ന് വാട്സപ്പിൽ ഞാൻ പറഞ്ഞോളാം. കൈ പിടിച്ചൊന്നും അടുപ്പിച്ചു ചേട്ടൻ. അപ്പൊ ഇതേ ഗൂസിന്റെ കുഞ്ഞുങ്ങളാ. നമ്മൾ അവിടെ കണ്ടത് ആദ്യത്തെ ബാച്ച്, ഇത് രണ്ടാമത്തെ ബാച്ചാണ്. അതിന്റെ ഇടയിൽ ഒരു നാടൻ കുഞ്ഞുണ്ടെന്ന്, ഒരു കോഴിക്കുഞ്ഞുണ്ടാ അവിടെ നോക്കിയാ. ഇതിന്റെ ഇടയ്ക്ക് ഒരു നാടൻ കുഞ്ഞ് ഇൻക്യുബേറ്ററിൽ വന്ന് കയറുന്നുണ്ട്. നാടൻ കോഴി ഒന്ന് കാണിച്ചു കൊടുത്തേ. കോഴിക്കുഞ്ഞുണ്ട്. അവിടെ തന്നെ പോയി ജോയിൻ ചെയ്യാൻ നോക്കി. ഇത് എത്ര ദിവസമായതാണ്? അത് 9 ദിവസം. അതെ അല്ലേ? വേണ്ട കുഞ്ഞാ. ഇത് മുട്ട കളർ വ്യത്യാസമുള്ള മുട്ട ഉണ്ടാവും പറഞ്ഞില്ലേ? അത് ബ്ലാക്ക് കളർ അല്ലേ? ബ്ലാക്ക് ഗ്രീൻ കളറ്. ഫ്രഷ് ഡേറ്റ് എഴുതി. അപ്പൊ ഈ താറാവിന്റെ മുട്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം എത്ര ദിവസത്തിനുള്ളിൽ വെക്കണം? 5 ദിവസത്തിനുള്ളിൽ. 5 ദിവസം. 27/2 ആ ഡേറ്റിൽ കിട്ടിയിട്ടുള്ളതാണ്. ആ ഡേറ്റ് അതിനുള്ളിൽ നമ്മൾ ചേർക്കണം. അപ്പൊ ഇത് നല്ലൊരു പണിയാട്ടാ. കാരണം നമ്മൾ മുട്ട പെറുക്കിക്കൊണ്ട് ഞാൻ രാവിലെ പെറുക്കിക്കുന്നത് 27. അത് കഴിഞ്ഞല്ലോ. 7 ആണോ? 7 ആയിരിക്കും. 2/7 ആണ്. അങ്ങനെ 7-ാം തീയതി 2-ാം മാസം എഴുതിയേക്കണം. ഇല്ല അല്ല, അത് കുഴപ്പമില്ല. എന്തായാലും നമുക്ക് ഇല്ല, അത് ഡേറ്റ് കാണണ്ട. അത് വിളിച്ചാൽ മതി. പക്ഷേ ഇതിലിപ്പോ ഇല്ല അല്ലേ? വെള്ളം പറ്റിയിട്ടില്ലേ? അത് കുഞ്ഞു വിരിഞ്ഞിറങ്ങിയിട്ട് അനുഭവങ്ങളുണ്ട്. ഞങ്ങൾ ഇതുപോലെ വെച്ച് ഏകദേശം 10-20 ദിവസമായി വീട്ടിൽ. വല വെക്കണം. എവിടെ കുഞ്ഞിറങ്ങിയിട്ടില്ല. ഇത് സാധാരണക്കാർക്ക് കേട്ടാ. ഈ വെട്ടത്തുനിന്ന് എടുത്തോളൂ. കുറച്ചൊക്കെ ഉള്ള സാധാരണക്കാരായിട്ട് നമ്മൾ ചെറിയ കുറച്ചൊക്കെ വളർത്തുന്ന ആൾക്കാർക്ക് പറ്റിയ ഇൻക്യുബേറ്റർ ആണിത്. ഇത് കൈപ്പണിയാണ്. അതിന്റെ ഒരെണ്ണം നമ്മുടെ വീട്ടിൽ കാണിച്ചു തരാം കേട്ടോ. അത് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. നമ്മുടെ വീട്ടിൽ ഒരെണ്ണം ചെറുതായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് കാണിച്ചു തരാം കേട്ടോ. അല്ല, വേറെ കുറച്ച് ഫാൻസി കോഴിയുണ്ട്. അപ്പൊ അത് മരം കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ചെറുതായിട്ടൊരു ചെറിയൊരു ഇൻക്യുബേറ്റർ. അത് കാണിച്ചു തരാം കേട്ടോ. അടിപൊളി. അപ്പൊ എന്തായാലും ഏതാ എന്ത് കാണിച്ചു തരാന്ന് പറഞ്ഞേ? എന്തോ കാണിക്കാം. എവിടെ? ഒരാള് കാണാൻ പറ്റണ്ടല്ലോ. അപ്പൊ സുറു പറഞ്ഞതുപോലെ ഈ ഒരു ഇതുകൊണ്ട് 3-4 ഫാമിലിയാണ് ജീവിക്കുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ വീട്ടിലൊരു ഇച്ചിരി പോർഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്മെല്ലില്ല കേട്ടോ. അത് ഇവര് കേരളകൊണ്ടാണ് നമ്മൾ കൊണ്ടിട്ട് ഒരു ഫാൻസി ഇഷ്ടം തോന്നി കൊണ്ട് മേടിച്ചിട്ട് നോക്കാതിരുന്ന ചില സ്മെല്ലൊക്കെ സ്വാഭാവികമായിട്ട്. അപ്പൊ ഇതുപോലെ തന്നെ കെയർ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരു ഫാമിലി അല്ല എത്രയോ വേണമെങ്കിൽ കൂട്ടിച്ചേർന്ന് കൃഷി ചെയ്യാൻ പറ്റിയ പരിപാടിയാണ്. 2-3 ഫാമിലി കൂടിയിട്ട് ചെയ്യുക. കാരണം അത് ചേച്ചിമാർക്കാണെങ്കിലും നോക്കാം, ചേട്ടന്മാർക്ക് ജോലിക്ക് പോലെ ചേച്ചിമാർക്കാണെങ്കിൽ ഈസി ആയിട്ട് ഒരാഴ്ചയിൽ ഒരാൾക്ക് ഉത്തരവാദിത്തം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ 4 പേരുണ്ടെങ്കിൽ ഒരു മാസം സുഖമായിട്ട് പോകും. പിന്നെ ആദ്യത്തെ ആഴ്ച നോക്കിയാൽ പിന്നീട് ആഴ്ച നോക്കിയാൽ മതി. ഇന്നത്തെ മാസത്തിൽ ആഴ്ച നോക്കിയാൽ മതി. അങ്ങനെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഉറപ്പുള്ള കാര്യം. കാരണം നമ്മൾ ഒരു റിസൾട്ട് ഉണ്ട്. ഒരു കട തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കച്ചവടം കിട്ടുമോ എന്താണെന്ന് നമുക്ക് അറിയാൻ പാടില്ല. ഏത് ടൈമിൽ നിന്ന് പോകും എന്താണെന്നല്ല. പക്ഷെ ഇതൊക്കെ നമുക്ക് കൺഫേം ആണ്, റിസൾട്ട് ഉണ്ട്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള നിങ്ങൾ ഇവരുടെ നമ്പർ കൊടുത്തിട്ട് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ വിളിച്ചിട്ട് അവർ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത് എങ്ങനെയാണ് കൃഷി ചെയ്യേണ്ടത്, വളർത്തേണ്ട എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് പറഞ്ഞു. 2 വാക്ക് സംസാരിക്കും. എനിക്ക് ഇതിനുള്ളിൽ നല്ല ചൂട്.
അപ്പൊ എന്തായാലും ബാക്കി നമുക്ക് വൈൻഡപ്പിന് മുമ്പായിട്ട് ബാക്കി എല്ലാ കാര്യങ്ങളും പറയട്ടെ. അതിനെ കുറിച്ച് കറക്റ്റ് ആയിട്ട് ഡീറ്റെയിൽ പറഞ്ഞുതരാം എല്ലാവരെയും കുറിച്ച്. അപ്പോൾ എന്തായാലും നമ്മളുടെ ഇന്നത്തെ യാത്ര ഇവിടെ വന്ന് കാഴ്ചകളൊക്കെ കണ്ട് ഇതെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. എല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഡച്ചിൻ്റെ വെറൈറ്റീസ് വേണമെങ്കിൽ ചെറിയൊരു സ്വയം തൊഴിലൊക്കെ ചെയ്യാൻ ചേച്ചിമാർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും കേട്ടോ. ആദ്യം ഒരു 10-12 താറാവിനെ ഇപ്പൊ ഇവിടെ കണ്ട താറാവില്ലേ, താറാവ് വേണ്ടെന്ന് പറഞ്ഞു എന്നെ കൊണ്ട് ഇങ്ങോട്ട് വിളിപ്പിക്കും. അല്ല അതല്ല, ഇതാവുമ്പോ വില കുറവാണ്, നമ്മുടെ വീട്ടില് ഉള്ള സ്ഥലത്ത് അല്ലേ ആരംഭിച്ചത്. കർഷകശ്രീ മാഗസിനിൽ ഞങ്ങളുടെ ആർട്ടിക്കിൾ വന്നിട്ടുണ്ട്, അതിൽ വ്യക്തമാക്കി എഴുതിയിട്ടുണ്ട് ഞങ്ങളുടെ ആരംഭം മോസ്കോവി താറാവിൽ നടന്നത്. മോസ്കോവി അപ്പൊ ഫ്ലൈങ് ഡക്ക് അല്ലേ? അപ്പൊ ഫ്ലൈങ് ഡക്കിൽ നിന്നാണ് ഇവര് തുടങ്ങിയത്. അപ്പൊ തുടക്കത്തിന് അത് ഞാൻ പറയാം, കുഞ്ഞിന് 130 രൂപയുള്ളൂ അല്ലേ? അപ്പൊ ആ അത്രയും താറാവുകൾ, കുറച്ച് താറാവുകളെ മേടിക്കണമെങ്കിൽ നല്ല രീതിയിൽ കൃഷി ചെയ്യാം. അവര് നമ്മള് അല്ല ഇൻക്യുബേറ്റർ വെക്കുക ഒന്നും വേണ്ട, തനിയെ അടയിരുന്ന് കുഞ്ഞിനെ വിരിയിപ്പിച്ചെടുത്തോളൂ. അപ്പൊ അതിലൊന്നും നമുക്ക് റിസ്ക് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പൊ എനിക്ക് തോന്നുന്നു ഇത് കുറച്ചും കൂടി നല്ലതായിരിക്കും എന്ന് തോന്നണം. കുറേശ്ശെ പഠിക്കാം. ഓക്കെ, അപ്പൊ എന്തായാലും വീഡിയോസ് എല്ലാം കാണുക. നമ്മളിപ്പോ ഇനിയിപ്പോ ഇത് ഇടുമ്പോഴത്തേക്ക് ഒരു 3-4 വീഡിയോ ആയിട്ട് ഇടാൻ പറ്റുള്ളൂ, അത്രയും ഡ്യൂറേഷൻ ഉണ്ട്. അപ്പൊ എല്ലാ വീഡിയോയും കാണുക. അത് എല്ലാത്തിലും നിങ്ങൾക്ക് കാണാൻ പറ്റിയ ഐറ്റങ്ങൾ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഇവരുടെ നമ്പറെല്ലാം ഞങ്ങൾ ഡീറ്റെയിൽ കൊടുത്തേക്കാം. നിങ്ങൾ നേരിട്ട് വിളിച്ച് കോൺടാക്ട് ചെയ്ത് ഇവരായിട്ട് എങ്ങനെ ചെയ്യണം എന്ത് ചെയ്യണം എന്നൊക്കെ നിങ്ങൾ പ്ലാൻ ചെയ്തോളൂ, അത് അവർ പറഞ്ഞു തരും. അപ്പൊ എല്ലാവരും താറാവിനെ കാണാൻ നേരെ വാ, താറാവിനെ മേടിച്ചിട്ട് നേരെ പോകും. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ ഇപ്പൊ ഇന്ന് തന്നെയൊക്കെയാണ് വിളിച്ച് പറഞ്ഞേക്ക് ഞാൻ വന്നിരുന്നു. ഇപ്പൊ എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ടാവും ഇപ്പൊ എന്തായാലും. അപ്പൊ എന്തായാലും വാ, അപ്പൊ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ഓക്കെ.